അസ്സലാമലൈക്കും, വെൽക്കം ടു ഫത്തീസ് ലൈഫ്. അപ്പോൾ അത് നമ്മളെന്നുള്ളത് സൗദി ഇസ്ലാമിക് ബിനാലെ കാണാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളിൽ നമുക്ക് പോയി കാണാം. ഞങ്ങളങ്ങനെ ഇതാ ബുക്കൊക്കെ ചെയ്തു ഞങ്ങൾ പോവാണ് കേട്ടോ. അത് ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത് ഇവിടെ പാർക്ക് ചെയ്ത് ഇസ്ലാമിക് ആർട്സ് ബിനാലെ അതിൻ്റെ വണ്ടികളാണ് ഇതൊക്കെ കേട്ടോ. നമ്മളെ അതൊക്കെ അപ്പോൾ ഇതാ ഞങ്ങള് അങ്ങനെ പോവാണ്. ഇത് എയർപോർട്ടിലുണ്ട്, പഴയ എയർപോർട്ടിലാണ് സംഭവം ഉള്ളത്. ഇത് ഞങ്ങള് വരുമ്പോ തന്നെ ഉണ്ടോ ഈ സംഭവം ഇവിടെ? എന്നാ സ്റ്റാർട്ട് ചെയ്ത്? മാർച്ചിലല്ലേ ഞങ്ങൾ വന്ന്. അപ്പൊ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും അല്ലേ? നമുക്കറിയില്ലായിരുന്നു. അപ്പൊ നാളെയും കൂടെ ഉള്ളത്, ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. ഫെബിബി ഓടി വാ. അപ്പൊ ഞങ്ങളങ്ങനെ വണ്ടി കൊണ്ടുപോകാൻ വന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോണ വണ്ടിയാണ്. ഹായ് ഹായ്. ഓന് വെറുതെ അവിടെ ഇരുന്ന് നമ്പറൊക്കെ എഴുതിണ്ടാക്കി. ആ വണ്ടി കയറി വണ്ടി ഓടിയോ. അങ്ങനെ ഇവിടെ കുറേ ചെക്കിങ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അകത്ത് കയറി. അപ്പം ഇതാണ് സ്റ്റാർട്ടിങ്. ഇതാണ് നമ്മളെ നാട്ടിലൊക്കെ എന്താ ഈ ദ കഅബ ആൻഡ് ദ ഹോളി ഖുർആൻ. അതൊക്കെയാണ് കഅബ ആൻഡ് ഖുർആന്. പണ്ടത്തെ കഅബൻ്റെ മെമ്പറയോ? ഞാനിതിൻ്റെ ഇതൊക്കെ ചക്രം കണ്ടപ്പോഴേ. ഇത് ഖുർആന്, ഫസ്റ്റത്തെ ഖുർആന്, അതായത് ഇവർ എഴുതിണ്ടാക്കിയ ഖുർആന്. ഇതൊക്കെ പലതരം ഖുർആനുകളാട്ടത്. ഖുർആൻ്റെ സംഭവങ്ങളാണ്. കഅബൻ്റെ കഅബ ഷരീഫിൻ്റെ ഇതാണിട്ടത്. കിസ്വ മാഷാഅല്ലാ മാഷാഅല്ലാ തബാറക്കല്ലാഹ്. ഇതാണ് കഅബൻ്റെ കീ ആണ് കേട്ടോ, താക്കോല്. ാണത്. നമുക്കിപ്പോൾ അതിലെന്താ മനസ്സിലാണ്? ആരാണ് അതിലിത് കാണുന്നുണ്ടോ? അതന്നെ അതിൽ എഴുതിക്കണതാണ് പ്രാർത്ഥനന്റെ. കപ്പലുണ്ടോ? ഇത് മദീനന്റെ ഇത് കാണും. ഇതില് നല്ല സ്റ്റൈലൻ തുണി കൊണ്ടാണ് ഈ കട്ട് വെച്ചിട്ടുള്ളത്. നല്ല ഡോണ്ട് ടച്ച്, പക്ഷെ നല്ല ഇതുള്ള തുണി, സോഫ്റ്റ് സൂപ്പറായിട്ടുള്ള നല്ല തുണികളാണിത്. മരം പോലെ ഇങ്ങനെ വെച്ചിരിക്കണം, നല്ല തുണികൾ.
എന്താ ലേറ്റില്ലേ? ഇത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം കേട്ടോ. അത് നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മുകളിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, മേലൊക്കെ ഇങ്ങനെ പോണത് നമുക്ക് ഫീൽ ചെയ്യും. ഒരു പ്രത്യേക തുണിയാണത്. ആ, ആകാശത്തിൻ്റെ ഭൂമിൻ്റെ ഇടയിലുള്ള സംഭവം എന്നാ പറഞ്ഞത് ഇവിടെ. അത് ഏഴാൻ ആകാശത്തിൻ്റെ എന്നൊക്കെയാണ് പറയണത്. ഏഴാൻ ആകാശത്തിൻ്റെ ഭൂമിൻ്റെ ഇടയിലേ. അത് നമ്മളെ മനസ്സിനെ കാണിച്ചു തരാണ്. അത് കറങ്ങണ്ട്. ഇതാ ഹജറുൽ അസ്വദ് ഇവിടെ. ആ, ഒലിക്കണുണ്ടോ? ആ ആ, എന്തോ സംഭവം അതിമന്ന് ഒലിച്ചോണ്ടിരിക്കണുണ്ട്. പക്ഷെ താഴത്താക്കണം ഒറ്റിക്കണേ. ആ, ലാവ് ഒലിക്കണ മാതിരി അല്ലേ? ഇതാ ഹജറുൽ അസ്വദ്. ഇത് തൂണുകളാട്ടോ. ഇതെന്താ സാധനം? ഖുറാന്റെ ലിപി. എക്സിബിഷൻ കണ്ടിന്യൂസ്, എക്സിറ്റ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇനി ഉണ്ട് എന്നാ പറഞ്ഞത്. ഇതൊരു വലിയ സ്ക്രീനാണ്. സ്ക്രീനാണ്. ഇറ്റലി. അങ്ങോട്ട് പോകും. അതുകൊണ്ട് പോവാൻ പറ്റില്ല. ഇന്ത്യൻ്റെ വരുമ്പോ എന്താ പറഞ്ഞേക്ക്? ഞാൻ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇന്തോനേഷ്യ, ഇനി ഇന്ത്യ. ഇന്ത്യ വരുമ്പോ എന്താ? അവ ഇന്ത്യൻ്റെ സംഭവങ്ങളൊക്കെ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇന്ത്യ, ജഗദീശ് മ്യൂസിയം ഓഫ് ഇന്ത്യ ആർട്ട്. അതൊന്നുമില്ല.
ഇത് ഖാലിദ് ലൈബ്രറി ജെറുസലേം. The name of Allah. The book of Shana. ഇത് കേട്ടോ വിളക്കാണ്, ലാമ്പ്, പള്ളിയിലെ വിളക്കാണത്. ഇതിൻ്റെ ഓരോ സംഭവങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ബൗളും പാത്രങ്ങളൊക്കെയാണ് ഇത്. അവർ കൈകൊണ്ട് എഴുതി വരച്ചുണ്ടാക്കിയതാണ് ഇതൊക്കെ. ബൗൾ വിത്ത് എലിഫൻ്റ് ആൻഡ് ഫോണിക്സ് കഷൻ, ഇറാൻ 18th century ആണിത്. ഒമാൻ്റെ കോയിനാണിത്, കോയിൻ. ഇത് ഇന്തോനേഷ്യൻ്റെ ലിപികളാണ് കേട്ടോ. അബ്ദുൽ ഖാനി. സ്ക്രോൾ മെയ്ഡ് മാനോസ്ക്രിപ്റ്റ്. ഇത് ബ്രേസ്ലെറ്റ്, വൺ ഓഫ് പെയർ 18th century, 8-9 നൂറ്റാണ്ടിൻ്റെ ആണിത്. ഗോൾഡ് റസിനിൻ്റെ ഇത്. വള, കമ്മല്, ഇതൊക്കെ 9ാം നൂറ്റാണ്ടിൽ 8ാം നൂറ്റാണ്ടിൻ്റെ. ഫീമെയിൽ ഡിസ്പ്ലേസ് ഓഫ് വെൽത്ത് ആൻഡ് പവർ. സ്വർണ്ണ നൂല് കൊണ്ട് ഉണ്ടാക്കിയ ക്ലോത്ത്. ഇതേ സ്വർണ്ണ നൂല് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിക്കണേ. ആ ആ ഇതോ റോബോൺ ക്ലോത്ത് ഓഫ്. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ നൂല് ഗോൾഡാണ് കേട്ടോ. ആ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഡ്രസ്സ്. ഈ അതിൻ്റെ നൂലില്ലേ, നൂല് സ്വർണ്ണാണ്. ഇതോ റോബ് ഓഫ് ക്ലോത്ത് ഓഫ് ഗോൾഡ്. ഇതൊക്കെ സ്വർണ്ണ നൂലാണ്, കൈ കൊണ്ട് തുന്നി ഉണ്ടാക്കിയതേക്കത്. അടുത്ത സെക്ഷനിക്ക് കയറിട്ടോ. ഇത് ഓരോ സെക്ഷനിൽ ഇത് നൂലിന് എന്താ നോക്കാം നമുക്ക്. ഈ തുണിക്ക് എന്താ ചിലപ്പം ഗോൾഡ് തന്നെ ആവും. തുന്നി ഉണ്ടാക്കണല്ലേ ഇത്. കഫ്താൻ. ഇതെന്താ സംഭവം? ഡാസ്ലിംഗ് ഇല്യൂഷൻസ്. അതെ അതത് അതുപോലെ ഓരോ നാട്ടിലുണ്ടാക്കുന്ന സംഭവങ്ങളാണ്. അതുപോലെ ഗിഫ്റ്റ് 10ാം നൂറ്റാണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ബിനാലൊക്കെ കണ്ട് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോന്നു കേട്ടോ. അങ്ങനെ നമ്മളെ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.